ലോകം മുഴുവൻ ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിന്റെ പൈസയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന കണക്കുമായിട്ടും മന്ത്രി വരുന്നത്. അതും അങ്ങ് കൃത്യമായി ദഹിക്കുന്നില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുമാത്രമല്ല, ഈ പൊല്യൂഷൻ്റെ ഒക്കെ കാര്യത്തിലും ഇലക്ട്രിക് ബസ്സുകളാണ് കൂടുതൽ ഗുണകരം എന്ന വിലയിരുത്തലുമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഒരു മന്ത്രി മാറി മറ്റൊരു മന്ത്രി വരുമ്പോൾ ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ് എന്നതും അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതെ, അത് കാരണം മന്ത്രി ആന്റണി രാജു രാജിവെച്ച് പുറത്തേക്ക് പോയ സമയത്ത് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചില മറുപടികളൊക്കെ പറയുകയൊക്കെ ചെയ്തത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. എന്ന് മാത്രമല്ല, അതിന് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-നൊക്കെ ഇടതു മുന്നണിയിൽ തന്നെ ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിനകത്ത് പ്രതികരണമൊന്നും പാടില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ള കണക്കുകൾ പ്രകാരം, കൃത്യമായ കണക്കുകളൊന്നും നമ്മുടെ കയ്യിലില്ല എങ്കിലും വാർത്തകളിൽ അതെല്ലാം കൃത്യമായി സൂചിപ്പിക്കുന്നത് പ്രകാരം KSRTCക്ക് 10 രൂപ കിട്ടിയാൽ 5 രൂപ ഡീസൽ അടിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. അതിനുശേഷം പിന്നെയും ചിലവുണ്ട്. 2 ഡ്രൈവർമാരുടെ ചിലവ്, കണ്ടക്ടർമാരുടെ ചിലവ്, ഈ വാഹനം മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളുടെ ചിലവ്, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ എത്ര രൂപ ലാഭം കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷേ ഈ സിമ്പിൾ കണക്കിൽ നിന്ന് 26 രൂപ ചിലവും 46 രൂപ വരവുമുള്ളത് 20 രൂപ ലാഭമാണ്. ഏറ്റവും ചുരുങ്ങിയത് 1 കിലോമീറ്റർ ഇലക്ട്രിക് ബസ് ഓടുമ്പോൾ 20 രൂപ ലാഭമാണ്. ആ ലാഭത്തിന്റെ കണക്ക് വെച്ചുകൊണ്ട് ആന്റണി രാജു പറഞ്ഞത് ഇത് നഷ്ടമാണെന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ ആ നഷ്ടത്തിന്റെ കണക്ക് എന്താണ് എന്ന് പറഞ്ഞില്ല. ഒരൊറ്റ കണക്കേ അദ്ദേഹം പറയുന്നുള്ളൂ. ഒരു ബസ്സിന്റെ പൈസയ്ക്ക് 4 ബസ്സുകൾ വാങ്ങാം. അത് വാങ്ങുന്ന കാര്യം മാത്രമാണ്. വാങ്ങി വെച്ചാൽ പോരല്ലോ. വാങ്ങി വെച്ചാൽ അത് പിന്നെ നഷ്ടമാകും. 4 ബസ്സുകൾ വീണ്ടും നഷ്ടമാകും എന്നുള്ള കാര്യം ഓർക്കാതെ കൊണ്ടാണ്. പ്രവർത്തന ചെലവും അതിന്റെ ലാഭവുമാണ് നഷ്ടമെന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ എന്തുകൊണ്ട് നഷ്ടം എന്ന് കണക്ക് നിരത്തി വിശദീകരിക്കാനുള്ള ഒരു ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.